ഹൈ ഗൈസ്, അങ്ങനെ നമ്മുടെ എക്സാം സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂന്നാമത്തെ സീരീസ് ആണ്, മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാത്ത ആളുകൾ ജസ്റ്റ് ഞാൻ മേലത്തെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് രണ്ട് വീഡിയോസ്. നമ്മൾ മുന്നേ ചെയ്ത രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് എന്നാൽ ഹെൽപ്ഫുൾ ആവും. കാരണം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റിന് എക്സാം ഹാളിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ നല്ല 100% കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ പോകണം. സോ ബേസിക്കലി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ ഏത് ക്ലാസ്സിൽ ഏത് കോഴ്സ് പഠിക്കുന്ന ആൾക്കാർ താഴ്ന്ന് കമൻറ്റ് ചെയ്യണം. അതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് സ്പെസിഫിക് ആയി വീഡിയോ ചെയ്യാൻ. അപ്പോൾ 8ാം ക്ലാസ് മുതൽ ഏകദേശം +2 വരെ എല്ലാ സ്ട്രീമിലും പഠിക്കുന്ന കുട്ടികൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരും ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ആദ്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ വരെ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശരിക്കും SSLC ആൻഡ് +1 +2 10ാം ക്ലാസ്സിലെയും +1ലെയും +2ലെയും കുട്ടികൾ ഇനി എങ്ങനെ റിവിഷൻ നടത്തണം, എങ്ങനെ പഠിക്കണം എന്നതിൻ്റെ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ്, ഇപ്പം ഞാൻ റിസർച്ച് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ, അതായത് ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്ക്ലെറ്റ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് SSLCയിലെ കുട്ടികൾക്ക് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുടെ നിങ്ങൾക്ക് തരുന്ന ലിങ്ക് ഞാൻ താഴെ തരുന്നതാണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യും, അത് യൂസ് ചെയ്ത് എങ്ങനെ പഠിക്കുക എന്നാണ് പറയാം. അപ്പോൾ ഈ രണ്ട് പാർട്ടായിട്ട് ഈ വീഡിയോ ഉണ്ടാവും. ഒന്നാർക്കാണ് SSLCക്കാർക്കാണ്, ഇത് കഴിഞ്ഞാൽ +1 +2 പഠിക്കുന്ന കുട്ടികൾക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ കറക്റ്റ് ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. അത്രയും വീഡിയോസ് ആർക്കുള്ളതാണ്? SSLCക്കാർക്കുള്ളതാണ്. അത് കഴിഞ്ഞാൽ വീഡിയോ ആർക്കുള്ളതാണ്? പിന്നെ +1 +2 രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാത്ത അത്ര ലെങ്ത് ഉള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അത്ര ഒരു വലിയ വീഡിയോ ഒന്നുമല്ല, ഷോർട്ട് വീഡിയോ. അപ്പോൾ രണ്ടെണ്ണാക്കി ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു സീരീസ് പോലെ അങ്ങ് പോകാൻ വിചാരിച്ചിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. സോ ബേസിക്കലി ഞാൻ ഈ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ എങ്ങനെ റിവിഷൻ നടത്തണം, ഏത് രീതിയിൽ റിവിഷൻ നടത്തണം ഞാൻ പറയുന്നുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അതിന് മുന്നിൽ കാര്യം പറയാൻ പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ വീഡിയോക്ക് നിങ്ങൾ ലൈക്കും തരണം. നിങ്ങൾ പലരും ലൈക്ക് അടിക്കാതെ പോലെ, അപ്പോൾ ലൈക്ക് വരുമ്പോൾ ഒരുപാട് കുട്ടികളിലേക്ക് എത്തും. അപ്പോൾ ബേസിക്കലി ഞാൻ എന്തിനാത് ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് പല കുട്ടികളും അവർക്ക് ജെന്യൂൻ റിപ്ലൈസ് എനിക്ക് തരുന്നുണ്ട്. ഒരു പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്. ഇത് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അവരെ പഠനത്തിൽ സഹായിക്കുന്നുണ്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ നിരന്തരം എൻ്റെ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഒരു അല്പസമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പ്രധാനമായും എങ്ങനെ ഈ പറഞ്ഞ, അപ്പോൾ ആദ്യം SSLCക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മെറ്റീരിയൽ ഉണ്ട്. അതെങ്ങനെ കിട്ടാമെന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ചിലപ്പോൾ പല ആളുകൾക്കും അത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, പല ആളുകൾക്കും ആ സാധനം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ദ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ എടുക്കുക, കാസർഗോഡ് ഗവൺമെൻറ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്താട്ടോ, ജില്ലാ പഞ്ചായത്ത് SSLC സ്റ്റഡി മെറ്റീരിയൽ എന്നൊരു പേരുണ്ട്. അതടിച്ചത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പം. അത് നമ്മളെ ബയോവിഷൻ എന്ന വെബ്സൈറ്റിൽ എക്യൂപ്പ് നാശുരിക്കുക അതിൻ്റെ പേര്, SSLC എക്യൂപ്പ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് എന്ത് കിട്ടും. പിന്നെ അതേപോലെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് എല്ലാ വിഷയത്തിലും. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് നന്നായി വർക്കൗട്ട് ചെയ്യാൻ തോന്നി, എനിക്ക് നല്ല വർക്ക് ചെയ്താൽ ഞാൻ എൻ്റെ കുട്ടിയൊക്കെ ഞാൻ കൊടുക്കാറ്. എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന് അഡീഷണൽ ഞാനിത് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. നല്ല ക്വസ്റ്റ്യൻസ് അത് അവരിട്ട് എനിക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ വയ്യ, നല്ല ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ അതിലിപ്പോൾ സോഷ്യൽ സയൻസ് എടുക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരെ സോഷ്യൽ സയൻസ് ഒരു ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് എടുത്താൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്യൂപ്പ് 2026 എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ക്ലാസ് 10th SSLC സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പൂളാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും ബെസ്റ്റ്. ഇപ്പോൾ ഇതിന് ശരിക്കും ഇത് ഉണ്ടാക്കിയത് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എൻ്റെ നല്ലൊരു ഇനീഷ്യേറ്റീവ് അത്. കാരണം SSLC കുട്ടികളെ സംബന്ധിച്ചോളം ആകെ കയ്യിൽ നിന്ന് പോയൊരു സമയം അല്ലേ, ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ, പുതിയ ക്വസ്റ്റ്യൻ രീതികളൊക്കെ. അപ്പോൾ അത് മാത്രം ഇത് മാർക്കനുസരിച്ച്, ഓരോ മാർക്കനുസരിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇത് ഒരു 100% ചോദ്യം എന്നല്ല, ഈ ഒരു പാറ്റേൺ ചോദ്യം, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സോഷ്യലൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഓരോ ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസത്തിൻ്റെ ആദ്യം 1-2 തവണ നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണിലെ MCQs ഉണ്ട്. പിന്നെ പല മാസ്റ്റർ ഫോളോയിങ് ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. കാരണം ഇതിൽ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇതിൽ ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററിന് 7ഓളം MCQs ഉണ്ട്. അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എന്തായാലും ഈ പറഞ്ഞ ഹ്യൂമനിസം എന്ന ചാപ്റ്റർ എന്ത് ചോദിക്കും, ഒരു MCQ ചോദിക്കും എന്നതിൻ്റെ തെളിവുകൂടിയാണ്. കാരണം 6 മാർക്കാണ് ഹ്യൂമനിസം എന്ന ചാപ്റ്റർ ചോദിക്കുക SSLCക്കാർക്ക്. ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കി നിങ്ങൾ, പിന്നെ സോഷ്യൽ അല്ല, ഇനി വേറെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത് മാത്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഒക്കെ ഇംഗ്ലീഷ് മീഡിയം. മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്സിൻ്റെ. അതുപോലെ തന്നെ പിന്നെ മാത്സ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ്. 1 വേർഡ് എന്തായാലും അവിടെ ചോദിക്കുമല്ലോ. ബാക്കി ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ സർക്കിൾസ് നോക്കിയാൽ വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് കണ്ടോ. ഒക്കെ നല്ല ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയത് വളരെ നീറ്റാണ്. അതായത് നമുക്ക് കൺഫ്യൂഷൻ, വളരെ നീറ്റ് ടൈപ്പ് നിങ്ങളുടെ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ ചോദ്യം വരിക അത്രയും സ്റ്റാൻഡേർഡ് ലെവൽ ചോദ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വെറുതെ എന്ത് ചെയ്യരുത്, കളയാതെ ഇത്തരം സൗകര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. നിങ്ങളിത് കറക്റ്റ് പഠിക്കുക കേട്ടോ. അപ്പോൾ SSLC കുട്ടികൾ എന്ത് ചെയ്യാം, ഇത് കറക്റ്റ് ഫോളോ ചെയ്യുക. ഇത് വെറുതെ ഫോളോ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ എന്തുകൂടി ചെയ്യണം, ഇത് പഠിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഏറ്റവും വലിയ പരിപാടി പഠിച്ച കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻസ് ടോപ്പിക് നിങ്ങൾ മാർക്ക് ചെയ്തു. എങ്ങനെ നമ്മളൊരു ഇമ്പോർട്ടൻസ് ടോപ്പിക് മാർക്ക് ചെയ്ത് വെക്കുക, ഞാൻ ഇന്നലെ പറഞ്ഞു. അല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു സോഷ്യൽ അധ്യാപന സോഷ്യൽ ടെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ള കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനി ഏത് ക്ലാസ് ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾ എടുക്കുക, ഇതെല്ലാം പ്രധാനപ്പെട്ട ടോപ്പിക്. ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ് മലയാളം മതിയില്ല നമുക്ക്.
പിന്നെ ഇതിലാ ഹ്യൂമനിസത്തിലെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? പിന്നെ എന്തുകൊണ്ട് റിനാൻസൻസ് ഇൻ ഇറ്റലി, എന്തുകൊണ്ടാണ് ഈ നവോത്ഥാനം ഇറ്റലിയിൽ? അത് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കായി. എക്സാമിന് നിങ്ങൾക്ക് 5 മാർക്കിന്റെ എസ്സേ വരെ നിങ്ങൾ അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് ഈ ടോപ്പിക്. അപ്പോൾ ഇതിന് നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഒന്നാമത്തെ ടോപ്പിക്, അത് എഴുതി വെക്കുക. രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പിന്നെ നമുക്ക് പിന്നെ എന്താണ് സ്കൊളാസം എന്നത് രണ്ടാമത്തെ ടോപ്പിക്കായി എഴുതി വെക്കുക. മൂന്നാമത്തെ ടോപ്പിക് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് പിന്നെ റിനാൻസൻസിന്റെ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇനി മൊത്തം പിന്നെ റിനാൻസൻസ് ആർട്ട് എന്ന് പറഞ്ഞൊരു വലിയ സൈഡിൻ്റെയും കൊടുക്കുക. അതിൽ ഓരോന്നും അതിൽ പിന്നെ ചിത്രകല ഉണ്ട്, പെയിന്റിങ്സ് ഉണ്ട്, അതിൽ ആർക്കിടെക്ചർ ശില്പകല, അതുപോലെ തന്നെ ലിറ്ററേച്ചർ സാഹിത്യം, പിന്നെ ഹിസ്റ്ററി ഉണ്ട്, ചരിത്രരചന ഉണ്ട്, പിന്നെ എന്താ ശാസ്ത്രം ഉണ്ട്. അറ്റ് ദ എൻഡ് റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷൻ നിങ്ങൾ സെപ്പറേറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം അത് എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്. ഓക്കെ, ആകെ ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ആ ടോപ്പിക് വൈസ് പഠിച്ചാൽ ഹ്യൂമനിസ് 6 മാർക്ക് അല്ലെങ്കിൽ 18 മാർക്ക് ചോദിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയും. കാരണം ഇതേപോലെ നിങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആകെ 5 ടോപ്പിക് 6 ടോപ്പിക് ആകെ വരുന്നുള്ളൂ. അത് നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ റിവിഷൻ നടത്തി ടിക്ക് ചെയ്ത് പോയാൽ സംഭവം സെറ്റ്. ഞാനത് എഴുതി തയ്യാറെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ സമയം എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എൻ്റെ കയ്യിലില്ല. കാരണം നല്ല തിരക്കാണ്. ഇപ്പോൾ എക്സാമും കാര്യങ്ങളും പല സ്ഥലത്തെ ക്ലാസ്സും മൊത്തത്തിലുള്ള പ്ലാനിങ്ങും ഒക്കെ ഇത് നല്ല ബിസിയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു സീരീസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആഗ്രഹത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ, ഒരു സംശയമില്ല. അപ്പോഴും ആരെങ്കിലും വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പല മെസ്സേജിൻ്റെ സൊല്യൂഷനാണ് ഈ വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ. നിഹാൽ സാർ ഒരു പുതിയ വീഡിയോ ഇനി എന്നും വരും, പരീക്ഷ കഴിഞ്ഞാലും വരും. നിങ്ങൾക്ക് വേണ്ട നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ SLC-കാർക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ എക്വിപ്സിന്റെ ഇത് വെച്ച് നിങ്ങൾ റിവിഷൻ നടത്തുക. ഞാൻ ഈ പറഞ്ഞ പോലെ പഠിച്ച കാര്യങ്ങൾ ടിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ SLC-കാർ ഹാപ്പി ആണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മുടെ +1 +2 അപ്പോൾ +1 +2 ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പരിപാടി +1 +2 ഏറ്റവും നല്ല പരിപാടിയാണെന്ത്? നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമാണ്, ഞാനൊന്ന് പിന്നെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വെബ്സൈറ്റ് ഓൾറെഡി അറിയുന്ന സാധനമാണ്, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, HSS ലൈവ് കാര്യങ്ങൾ HSS ലൈവ് ജസ്റ്റ് HSS ലൈവ് എന്ന വെബ്സൈറ്റിൽ കയറാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം, ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് കാണാം. ആ ക്വസ്റ്റ്യൻ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാ ക്വസ്റ്റിനും PYQs ഉണ്ട്. ശരിക്കും പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഞാൻ +2 പഠിക്കുമ്പോൾ എന്താണോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാനുള്ളത്. സിലബസിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത്രത്തോളം വർഷത്തെ ക്വസ്റ്റ്യൻ PYQs അതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് സയൻസിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, +1 സയൻസിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന പരിപാടി, നിങ്ങൾക്ക് ഫിസിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കെമിസ്ട്രി മാത്സ് ഒക്കെ ആണ്. ഫിസിക്സ് ആണ് വളരെ ടഫ്, മാത്സ് ഒക്കെ ടഫാണ്. എന്നാൽ നിങ്ങൾ കൺസെപ്റ്റ് നന്നായി പഠിക്കണം കേട്ടോ. നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കാതെ, അപ്പോൾ ഞാൻ നല്ലൊരു ഫിസിക്സ് ടീച്ചറായിട്ട് നമ്മൾ സുഹേൽ സാർ ഞാൻ ഡിസ്കസ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടത്. സുഹേൽ സാർ ഞാൻ നമ്മുടെ സയൻസിലെ വിദ്യാർത്ഥികൾ എങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർ പറഞ്ഞാൽ ഭയങ്കര കുറച്ച് പണിയാണ്. അപ്പോൾ നിങ്ങൾ ആ കൺസെപ്റ്റിനെ ക്ലിയർ ചെയ്ത് പഠിക്കുക. എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, PYQs നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. PYQs വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഈ ടോപ്പിക്സിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടും. ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ HSS ലൈവ് പോകുന്നത് 2018 മുതൽ 2025 വരെയുള്ള ഇതാണ്. മാർച്ച് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇനി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഉണ്ട്. ഇംപ്രൂവ്മെൻറ്റ് പിന്നെ മോഡൽ ഇതിലുണ്ടോ, മോഡൽ ഇതില്ലാന്നു അല്ലേ. ഇതിന് സെപ്പറേറ്റ് ഉണ്ട്. ഇനി സയൻസുകാർക്കാണെങ്കിൽ +1 ഫിസിക്സ്, +2 ഫിസിക്സ്, +1 ഫിസിക്സ് ഒക്കെ 2000 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പോൾ നമ്മൾ +1 ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ +1 സോൾവ്ഡ് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ പിന്നെ ഡൗൺലോഡ് വരും, PDF വന്നു, ഓപ്പൺ ചെയ്യുന്നു. നോക്ക്, നിങ്ങൾ അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് വിത്ത് അതിൻ്റെ സൊല്യൂഷൻ അടക്കമുള്ള സാധനം നോക്ക് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വെച്ച് പഠിക്കുക. നമ്മുടെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലെ കുട്ടികൾ കഴിഞ്ഞ് സയൻസുകാർ കഴിഞ്ഞ് കൊമേഴ്സുകാർ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് പോയ എല്ലാ ക്ലാസ്സിനും കാണാം. മാർച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. +1 ഇംഗ്ലീഷ് ഉണ്ട്. +1 ഇംഗ്ലീഷ് 2017 മുതൽ 25 വരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ അടക്കം അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വളരെ ഈസി ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് നമ്മൾ അതൊന്നും നോക്കാതെ പഠിക്കുകയാണെങ്കിൽ കയ്യിൽ പോകും. എസ്പെഷ്യലി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ കുട്ടികൾ നിങ്ങൾ മാക്സിമം PYQs വർക്കൗട്ട് ചെയ്തോ, അതെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള വലിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാനില്ല. അപ്പോൾ അത് സയൻസുകാർക്കാണ് ഈ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ സയൻസിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു മോഡലും കിട്ടും. ഇതിൽ എന്തായാലും ഒരു 20 to 20 ഒരു 30% ചോദ്യം എന്തായാലും ചോദിക്കണം. ആരും തോൽക്കൊന്നുമില്ല. ഇതൊക്കെ വെച്ചൊന്ന് റിവൈസ് ആരും തോറ്റുപോകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നിങ്ങൾക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, റിവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത പരിപാടി പിന്നെ വീണ്ടും നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇനി എന്താണ് നിങ്ങളുടെ പഠിക്കുന്നതില്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്താണ് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് വരും എല്ലാ ദിവസവും. ഇപ്പോൾ സമയത്ത്
ഇപ്പോൾ അല്ലെ ഞാൻ വീഡിയോ റെക്കോർഡ് സമയം പറയുന്നില്ല, എന്തായാലും ഒരു ഉച്ച ഒരു 2 മണി 3 മണിയാകുമ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് വന്നുകൊണ്ടേക്കും. നിങ്ങൾ പല ആളുകളും ഇപ്പോൾ സ്കൂളൊന്നും പോലെ വീട്ടിൽ നിന്ന് റിവിഷൻ നടത്താമെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെ ഞാൻ എൻ്റെ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി കേൾക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറച്ചുകൂടി സെറ്റായിട്ട് അടിപൊളി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളെല്ലാ ഫ്രണ്ട്സും ഒന്ന് ഷെയർ കൊടുക്കുക. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം, നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. നമ്മൾ പഠിക്കുന്ന കാര്യവും നമ്മളിങ്ങനെ പഠിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുന്ന കാര്യം 4 ആളെ കാണിക്കാനുള്ള ഒന്നല്ല. അത് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം മാത്രം ആളുകൾ അറിഞ്ഞാൽ മതി അവൻ പഠിച്ചിട്ട് കേട്ടോ, അവൻ വെറുതെ ഇരുന്നില്ല, അവൻ പഠിച്ചിരുന്ന ആ സമയത്ത് മാത്രം എന്താ മതി, ആളുകൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച്. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, എല്ലാ കാര്യവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ അടുത്തൊരു വർഷത്തിലേക്ക് ഒരു വലിയൊരു ചില വിപ്ലവകരമായ ചേഞ്ചസ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആസ് എ വിദ്യാർത്ഥികളെ ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്ന 1-2 മാസങ്ങളിൽ, കാരണം ഞാൻ എന്തിനാണ് അതൊക്കെ ഞാൻ പറയാം, വരുന്ന വഴിക്ക് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും